ഇത് കണ്ടു ഫ്രണ്ട്സ്. ഇവനെ ഇടിവെട്ടിയ ഇതാണ്, ഭയങ്കര ഒച്ചപ്പാടാണ്. ചേച്ചി ചേച്ചി ആവാ, ഇടിവെട്ടുന്നുള്ളതുകൊണ്ടാണ് അവൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നത്. എന്നിട്ട് പറ്റുന്നില്ല നിർത്താൻ പറയാൻ. ഇടിവെട്ടിയിട്ട് കണ്ടോ മഴ. ഉച്ചവരെ നല്ല വെയിലായിരുന്നു ഫ്രണ്ട്സ്. ഉച്ച കഴിഞ്ഞപ്പോൾ ഇടിവെട്ടും മഴയും പേടിച്ചിട്ട് ഞാൻ വന്ന് ഇത്രയേരം കെട്ടിപ്പിടിച്ച് കിടന്ന്. എന്നിട്ട് പറ്റൂല അവന്. ചേച്ചിയെ വിളിക്കണ. ഓ അവിടെ ഉണ്ട്, മമ്മിയുണ്ട്, ചേച്ചിയുണ്ട്, അവിടെ കിടന്നോ. മമ്മിയുണ്ട്, ചേച്ചിയുണ്ട്, അവിടെ കിടന്നോ. ശരിയായിട്ടാ ഇവിടെ ഉണ്ട്. കറുത്തിരുണ്ട് മഴയാണ് കണ്ടോ. ഉച്ചവരെ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നേ. വെട്ടി ഇരുട്ടി മഴയാണ്. അതാണ് ഈ ഒച്ചപ്പാട്. ചേച്ചി പോയി. ചേച്ചിക്ക് ജോലിയില്ലേ? അവിടെ അതിൻ്റെ ഇടയ്ക്കൊന്ന് വന്നതായിട്ടോ. ഇവൻ പേടിച്ച് നിലവിളിച്ചിട്ടോ. ഇവർക്ക് ഇങ്ങനെ വയസ്സാവും തോറും ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ. ഇപ്പം ഈ മഴയുടെ ഇതിൽ ഇരുട്ടാണ് വീട്. മണി 12 ആയിട്ടുള്ളൂ. ഇത് കണ്ടോ മഴയുടെ ഇരുട്ടാണേ. പക്ഷെ ആ മഴ പെയ്യുമ്പോഴുള്ള ഒരു തണുപ്പ് മാത്രമേ ഉള്ളൂ, പിന്നെ ചൂടാണ്. മോനെ അവിടെ ഇരുന്നതേ ബോൾ കളിച്ചേ. എല്ലാവരും ഒന്ന് ഹായൊക്കെ കൊടുത്തേ. ഈ പേടിക്കണ്ട, എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഹായ് കണ്ടോ, ഹായ്. കണ്ടോ അവനെ അച്ഛനും ചേച്ചി അങ്ങോട്ട് പോയി. ചേച്ചി ഒരു ഉമ്മ ഇടയ്ക്ക് വന്ന് കൊടുത്തിട്ട് പിന്നെയും പോയി. അതാണ് എണീറ്റിരുന്ന് നോക്കുന്നത്. അവിടെ കിടക്ക് പോന്നെ മമ്മി അടുത്തില്ലേ. ഞാൻ ഇത്രയും നേരം കെട്ടിപ്പിടിച്ച് കിടക്കുന്നതായിരുന്നു കേട്ടോ. ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, നോക്കണം. എന്നിട്ടും അവന് പോരാ. പിന്നെ അല്ല ഇത് ഇങ്ങനെ ഒരു പേടിത്തൊണ്ടാണ് എൻ്റെ മോൻ. ഇങ്ങനെ ഉണ്ടാവോ? ഇത്രയും വലിയ നീളവും മണ്ണൊക്കെ ഉള്ള മോനല്ലേ, കുഞ്ഞല്ലേ, എന്നിട്ട് അവന് പേടി. തുണികളൊക്കെ ഉണങ്ങി കിട്ടി കേട്ടോ. തുണികളൊക്കെ ഞാൻ ചടാപടാന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി എടുത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ചേച്ചി വന്നോണ്ട് ചേച്ചിയോട് കൊഞ്ചണാണ്. ചേച്ചിയോടെ നോക്കുന്നത്. ചേച്ചി ഞാൻ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവരുന്നില്ല കേട്ടോ. ഞാൻ കണ്ടോ 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 ചേച്ചി ഇടിവെട്ട് നിർത്താൻ പറയാൻ പറ്റുമോ? മാമു ചേച്ചി പറഞ്ഞ് ഇടിവെട്ട് നിർത്ത്, എൻ്റെ കൊച്ചിന് പേടിയാണെന്ന്. ആ ഇടിവെട്ടുന്ന ചേച്ചി, ഇടിവെട്ടുന്ന ചേച്ചി. ആ വെട്ടുന്ന ചേച്ചി, ഇടി വെട്ടുന്ന കണ്ടില്ലേ ചേച്ചി. സ്കൂബിക്ക് പേടിയാണ് ചേച്ചി. ആ ചേച്ചി ിലേക്കൊന്നും പോകില്ല. അവൻ ഇത് വെട്ട് പോകില്ല. അപ്പോൾ അങ്ങോട്ട് പോ, ചേച്ചിയുടെ അടുത്തേക്ക് പോ. ചേച്ചിയുടെ അടുത്ത് ഇപ്പോൾ AC ഇടാൻ പറ്റൂല, ഇടി വെട്ടുന്നുള്ളതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജൊക്കെ ഓഫ് ചെയ്ത്. പോ പൊന്നു പോ. ഇത് ഇവിടെ ഇതേ ബോളൊക്കെ ഉണ്ട്, കുഞ്ഞിൻ്റെ ബോളൊക്കെ ഉണ്ട്. എത്ര ബോളാണമ്മ. എന്നാ കളിച്ചോണ്ടിരുന്നേ ബോളൊക്കെ. അമ്മയുടെ പൊന്നല്ലേ, ഇങ്ങനെ ഒച്ച എടുക്കല്ലേ. കണ്ടില്ലേ നിങ്ങൾ? ഇത് ഞാൻ ലോങ് വീഡിയോ എടുത്ത് ലൈവായിട്ട് കാണിക്കാനാണ്. ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടോ, എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നതാണ്. ഹായ് ഹായ്, ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ കൊച്ചു ഹായ് നല്ല ഗുഡ് ബോയ് ആണ് കേട്ടോ. കുറേ നാളായില്ലേ എല്ലാവരും ഈ ഹായ് ബായ് ഒക്കെ കണ്ടിട്ട്. പേടിക്കണ്ട. അവിടെ സൗണ്ട് കേട്ടാ ഫ്രണ്ട്സ്, തീ പോലെ ജനലിൽ. അതാണ് ഇവന് പേടി കേട്ടാ. ഈ ഇത്ര ഇടിവെട്ടിൽ മൊബൈൽ ഓൺ ചെയ്യുന്നത് ശരിയല്ല. എന്നാലും ഞാൻ ഇതൊന്ന് കാണാൻ വേണ്ടി ചെയ്ത ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചോ. 2 ആഴ്ചയായി ലോങ് വീഡിയോ എടുത്തിട്ട്. അതാണ്. ശരി അവിടെ ഇരുന്നോട്ട് പോകണം കേട്ടോ. ചേച്ചിയുടെ അടുത്തോട്ട് പോകണം. ചേച്ചി ഉണ്ടോയെന്ന് നോക്കിയില്ല. അവിടെ ചെന്ന് വിളിച്ചു പൊക്കോ, വെള്ളം കുടിക്കാൻ പോകും. തുള്ളണ കണ്ടോ എന്തൊക്കെ കാണിക്കണം നോക്ക്, എന്തൊക്കെ കാണിക്കണത്. ശരി അമ്മ വാതിലൊക്കെ അടച്ച്, മുകളിൽ വാതിലൊക്കെ അടച്ച് കേട്ടാ. ഇനി ഇടിവെട്ട് വരൂല കേട്ടാ. ശരി. ശരിടാ. ചേച്ചിക്ക് ഉമ്മം കൊടുത്തതിൻ്റെ ഇടയ്ക്ക് അവിടെ കിടന്നു. ഒരിടത്ത് മഴ വരുന്നുണ്ട്. മഴയത്താണ് കിടക്കാൻ. AC ഇടുന്നാൽ പറ്റിയിട്ടില്ല കേട്ടാ മാമു.
ഓഫ് ചെയ്തായിരുന്നാ? ആ, ഞാൻ ആ ഫ്രിഡ്ജൊക്കെ ഓഫ് ചെയ്ത്. കണ്ടോ 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 അതിൻ്റെ ഇടയിലൊക്കെ ചെന്നൊന്ന് കളിക്കുന്നത് കണ്ടോ? കണ്ടോ നിങ്ങൾ? കണ്ടോ? എടുത്തോണ്ട് വാ, കടിച്ചെടുത്തോണ്ട് എടുത്തോണ്ട് വാ പോന്നെ, ബോൾ എടുത്തോണ്ട് വാ. കളിയും അതിൻ്റെ ഇടയ്ക്ക് പേടിയും. സ്വഭാവം അപ്പം മാറിക്കൊണ്ടിരിക്കുക. അവൻ്റെ കൂടെ ഇരിക്കണം, കിടക്കണം, കളിക്കണം, കെട്ടിപ്പിടിച്ച് കിടക്കണം, കെട്ടിപ്പിടിച്ചൊക്കെ നമ്മൾ കിടക്കണം. എവിടെ? ഓ എടുത്തോണ്ട് വാ. ചുവന്ന ബോൾ എങ്ങോട്ട് പോയി മോൻ? ആ ഹാ കണ്ടോ 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 കളികളൊക്കെ? കട്ടിൻ്റെ അടിയിലേക്ക് പോയി ചുവന്ന ബോൾ. ഇപ്പം അടുത്ത ബോൾ ഞാൻ കൊണ്ടുവന്ന മെസ്സി. മെസ്സി ഓ ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്നല്ലേ? സ്കൂബി മോൻ വേൾഡ് കപ്പിലുള്ളതാണ്. ഓ അതെ കണ്ടോ കണ്ടോ, മുറി മൊത്തം പോയി കളിക്കണം. കണ്ടോ ഫ്രണ്ട്സ്, സൗണ്ട് കേട്ടോ? അത് മഴയുടെയാണ് കേട്ടോ. കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഭയങ്കര ഒരു വലിയ ഇടി വീണു. പേടിച്ചാ പൊന്ന്? അടുക്കളയിലേക്ക് വന്നതാട്ടോ. മിന്നൽ പോലെ ഒരു ഇടി വീണപ്പോൾ പേടിച്ച് പോയി കൊച്ച്. നോക്കണം എല്ലാ റൂമിൽ എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല. ഒരിടത്ത് ഇരുത്തൂല, കഴിക്കാൻ സമ്മതിക്കൂല. ചേച്ചി പറഞ്ഞേട്ടാ, മമ്മിയെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കിയതെന്ന്. ഞാനെന്ത് വഷളാക്കി? കേട്ടോ കണ്ടോ, ചേച്ചി പറഞ്ഞേട്ടാ, മമ്മിയെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കിയതെന്ന്. നിന്നെ അടുത്തിരിക്കണം. 2 റൊട്ടി കഴിക്കാമെന്ന് വിചാരിച്ചാൽ അതുപോലും സമ്മതിക്കുന്നില്ല നീ. വഴക്ക് പറഞ്ഞേണ്ട മമ്മിയെ. മമ്മിയാണ് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കിയെന്ന്. എല്ലാത്തിനും ഷാഢ്യം. കണ്ടോ മഴ കണ്ടോ? കണ്ടോ എവിടെ? ആ ഇത് വെള്ളം വീണ്. ഇത് കണ്ട മഴ കണ്ട? വെള്ളം വീണ്. ഇത് കണ്ടോ മഴ കണ്ടോ പൊന്ന്? ഇത് അടക്കാം അല്ലേ? വെള്ളം വീഴും, വെള്ളം വീഴും. മതിയല്ല, ശരി. കണക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. ചുവന്ന ബോള് കട്ടിലിൻ്റെ അടിയിൽ പോയി. എന്താ ഇരിപ്പ്? അവരെ ഇങ്ങനെ ചേർന്ന് ഒട്ടിച്ചേർന്ന് ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ കിടക്കണം. ദേഷ്യത്തിൽ ചെന്ന് കിടക്കാം. ബാ 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 അമ്മ കെട്ടിപ്പിടിച്ച് കിടക്കാം. ബാ 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 വന്നമ്മ അമ്മ കെട്ടിപ്പിടിച്ച് കിടക്കാന്നേ. ബാ അമ്മ കെട്ടിപ്പിടിച്ച് കിടക്കാം. ബാ ബാ പൊന്നു. ഇത് കിടപ്പാ പൊന്നു. ഇവിടെ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു തരുന്നില്ല. ഭയങ്കര മഴ ഇടിവെട്ടുമായിരുന്നു. ഇതുവരെ മഴ നിന്നിട്ടില്ല കേട്ടോ. അച്ഛൻ വഴിയിൽ അടക്കയായിപ്പോയി. കാരണം ഇവിടെയൊക്കെ വെള്ളം, ഇവിടെ ഒരു ചെറിയ മഴ വന്നാൽ ഈ കൽക്കട്ട മൊത്തം വെള്ളമായിരിക്കും. ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ വഴിയിൽ എവിടെയോ ഉണ്ട്, വരും വെള്ളം കുറയുമ്പോൾ. ഇപ്പോൾ വണ്ടികൾ പോകുന്നില്ല, എന്താണെന്ന് അറിഞ്ഞു. അപ്പോൾ കുറേ നേരം ഈ വഴിയിൽ ഇവിടെ ഇങ്ങനെ കാത്തുകുത്തിയിരുന്നു കേട്ടോ. 5 മണിയായപ്പോഴത്തന്നെ ഇവിടെ ഉച്ചവട്ടെ ഇരുട്ടായി. കാരണം മഴ കാരണം ഇരുട്ടാണ്. അവസാനം ഇവിടെ കിടന്ന്. എൻ്റെ പൊന്നോ, എന്താ പൊന്നോ ഇങ്ങനെ കിടക്കണേ? അച്ഛയെ കാത്ത് കാത്ത് കിടന്ന് മതിയായ നിങ്ങൾക്ക്? മതിയായിപ്പോയാ? വന്നോളൂ. അച്ഛൻ വഴിയിൽ വെള്ളമായിട്ട് ചിലപ്പോൾ ഓട്ടോറിക്ഷയൊന്നും വരുന്നില്ലായിരിക്കും. വന്നോളൂ. നമ്മുടെ റോഡിലെ വെള്ളം ഇപ്പോഴാണ് ഒന്ന് കുറഞ്ഞു. മഴ ഒന്ന് കുറഞ്ഞപ്പോഴാണ് ഒന്ന് കുറഞ്ഞത് കേട്ടോ. ഇവൻ്റെ കുഞ്ഞു കുഞ്ഞ് വിഷയങ്ങളുമായിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നാളായില്ലേ വന്നിട്ട്. ലോങ് വീഡിയോ ഇട്ടിട്ട് 2 ആഴ്ചയും കണ്ടായി. അയ്യോ പൊന്നോ, എന്ത് കിടപ്പാണ്? അച്ഛൻ കാത്ത് കാത്ത് കിടന്നിട്ട് എന്താ എണീറ്റില്ല പൊന്നോ? ഇതെന്തും ഇങ്ങനെ തറയിലാണോ കിടക്കുന്നത്? കാല് തണുപ്പ് വരൂല്. അച്ഛൻ വണ്ടിയില്ലേ പൊന്നോ? വരൂ കേട്ടാ, റോഡിലുണ്ട് കേട്ടാ, വഴിയിലുണ്ട്, വരും വരും. മോൻ നോക്കിയിട്ട് വന്നേ അച്ഛൻ വന്നോന്ന്. ഗേറ്റിൻ്റെ അവിടെ തിരിഞ്ഞിരിഞ്ഞ് നോക്കണം അച്ഛൻ വന്നോന്ന്. മോൻ നോക്കിയിട്ട് വന്നേ, ഗേറ്റിൽ വന്നോ നോക്കിയിട്ട് വന്നേ. വെള്ളമൊക്കെ കുറഞ്ഞോ? ഗേറ്റിൻ്റെ അവിടെ വെള്ളം റോഡിൽ പോയോ? അച്ഛൻ വരുന്നുണ്ടോ നോക്കിയിട്ട് വന്നേ. ആ അച്ഛനെ നോക്കാൻ പോണം കേട്ടോ. മോൻ നോക്കിയേ. മോൻ നോക്കിയിട്ട് വന്നേ.
റോഡിലൊക്കെ വെള്ളം കുറഞ്ഞു. എവിടെയും അമ്മ തുറന്നു തരട്ടെ. ഓ ഓ ഓ വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ പോയി. അച്ഛ വരുന്നുണ്ടാ? അച്ഛ വരുന്നുണ്ടാ? വന്നില്ലേ? ഇനിയിപ്പോൾ ഇവിടെ കയറി ഇരിക്കും അങ്ങനെ. പക്ഷെ വരുവാട്ടാ, വരും. വരുമ്പോൾ ഒരു ഓട്ടോ ആയിരിക്കും. നിങ്ങൾ കണ്ടോണേ, ഞാൻ കാണിച്ചു തരാം. ഈ മഴ ഇത്രയും എന്നിട്ട് നല്ല വിയർക്കുന്ന ചൂടാണ് കേട്ടോ. ഭൂമി തണുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ താഴത്തെ ഫ്ലാറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറച്ച് ഫിറ്റിങ്സ് ഉണ്ട്. പിന്നെ ഒന്ന് പുറത്ത് പ്രൈമർ അടിച്ചതൊക്കെ പോയി. ഇനി ഒന്നും കൂടെ പ്രൈമർ അടിക്കണേ, മഴ വന്ന് പോയി. പിന്നെ ഈ പുറത്ത് സിമൻ്റൊക്കെ പൊട്ടിയതൊക്കെ ശരിയാക്കാനുണ്ട്. ഗേറ്റ് ശരിയാക്കാനുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാനുണ്ട്. ഗ്രില്ലും എല്ലാം പെയിൻ്റ് അടിക്കാനുണ്ട്. ഇത് കണ്ടോ, ജനലൊക്കെ വിളവിരിക്കുന്നത്. അപ്പോൾ അത് മഴ കഴിഞ്ഞിട്ട് വരും കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നിർത്തിയത് എന്തെന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മളൊരു പുതിയ ഫ്ലാറ്റ് നാട്ടിൽ മേടിച്ചായിരുന്നു പുതിയതായിട്ട്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനൊക്കെയാണ് പോയത്, മോളും എൻ്റെ ഹസ്ബൻഡും. ഞാൻ ആദ്യം പോയി അതൊക്കെ കുറച്ച് പേപ്പേഴ്സൊക്കെ ശരിയാക്കാനുണ്ട്. ശരിയായിട്ടൊക്കെ വന്നു. അങ്ങനെ രണ്ടാമത് മോളും എൻ്റെ ചേട്ടനും കൂടെ പോയി അത് രജിസ്ട്രേഷനൊക്കെ ആക്കിയിട്ട് വന്നു. അപ്പോൾ അതിൽ കുറേ പൈസ അങ്ങോട്ട് പോയി. അത് കാരണം ഇത് നിർത്തേണ്ടി വന്നു. ഇനിയിപ്പോൾ ഇത് പൂജ, ഇനിയിപ്പോൾ നമ്മുടെ ഓണം കഴിഞ്ഞിട്ടാണ് ഇവരുടെ പൂജ. അപ്പോൾ നമ്മുടെ ഓണം ചിങ്ങമാസമാണല്ലോ നല്ല മാസം. ഇവരുടെ കന്നി മാസമാണ് നല്ല മാസം കേട്ടോ. ചിങ്ങം കഴിഞ്ഞ് കന്നിയിലാണ് ഇവിടുത്തെ ദുർഗാപൂജ വരുന്നത്. അതാണ് നല്ല മാസം. അപ്പോൾ ആ സമയത്താണ് പുതിയ വാടകക്കാരൊക്കെ പുതിയ വീടുകളിൽ പോകുന്നത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇപ്പോൾ ഈ മാസം തന്നെ കോൺട്രാക്ടറെ വിളിച്ച് മഴ കഴിഞ്ഞാൽ ഉടൻ തന്നെ പെയിൻ്റ് അടിയൊക്കെ ആയി ബാക്കിയുള്ള പണിയായി പൂജയ്ക്ക് വാടകയ്ക്ക് കൊടുക്കാൻ നിൽക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നാട്ടിലെ ഫ്ലാറ്റ് കുറച്ച് അടുക്കളയൊക്കെ ക്യാബിനൊക്കെ ശരിയാക്കാനുണ്ട്. വാർഡ്രോബൊക്കെ പോളിഷ് ചെയ്യാനുണ്ട്. അതിൻ്റെ പണി നടത്താൻ. അങ്ങനെ പണികൾ ഞങ്ങൾ കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, ചേച്ചി ആൾക്കാർ വന്നോ? കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇന്നിത് ഇപ്പോൾ നമ്മുടെ പൂജ കഴിയുമ്പം നമ്മുടെ ഓണം കഴിയുമ്പം തന്നെ പണികൾ കഴിയും. നമ്മൾ വാടകക്കാർ വരും. ഇവരുടെ പൂജാ സമയമൊക്കെ വാടകക്കാർ വരും. വാടകക്കാർ ഒത്തിരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാടകക്കാർ വരും. അത് കഴിഞ്ഞിട്ട് വേണം നാട്ടിൽ. ഞാൻ ഒരു പോക്കും കൂടെ ഉണ്ട്. ഒരു പ്രാവശ്യം കൂടെ എനിക്ക് പോകണം നാട്ടിൽ. അവിടെ കുറച്ച് മെയിൻ്റെനൻസ് വർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് തീർക്കണം. ഇങ്ങനെയൊക്കെ കേട്ടോ. അവിടെ ഞങ്ങൾ കടവന്ത്രയിലെ ഫ്ലാറ്റ് മേടിച്ചിരിക്കുന്നത്. കടവന്ത്ര എക്ദം പ്രോപ്പർ. കടവന്ത്ര ഞങ്ങളുടെ വീടിൻ്റെ നേരെയാണ്, ഓപ്പോസിറ്റാണ് മാർക്കറ്റ്, കടവന്ത്ര മാർക്കറ്റ്, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, സ്റ്റേഡിയം ഒക്കെ. അവിടെയായിട്ട് ഒരു നല്ല ഒരു ഫ്ലാറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് മേടിക്കാൻ ഉദ്ദേശിച്ചതല്ല, അത് പെട്ടെന്ന് വന്ന് കയറിയ ഒരു ഫ്ലാറ്റാണ്. അപ്പോൾ അത് വാങ്ങി, നല്ല സ്ഥലമൊക്കെ ആയിട്ട് വാങ്ങി എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇവിടുത്തെ പണി നിർത്തി വെച്ച് ഇനി തുടങ്ങണം. ഇനി ഒരു മാസത്തെ പണിയും കൂടെ ഉണ്ടാവും. 10-25 ദിവസത്തെ ഫിറ്റിങ്സും എല്ലാം കൂടെ പെട്ടെന്ന് നടക്കും. മഴ കുറഞ്ഞ ഉടൻ തന്നെ പെയിൻറ്റ് പണിക്കാർ വരും. കൊണ്ട് അവിടെ കിടന്നു പോയാടാ? നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഈ കട്ടിലിൽ കിടന്നോ? അച്ഛ വന്നോളൂ. ക്ഷീണം കൊണ്ട് കൊച്ച് കിടന്നു പോയി അവിടെ. ഇത്രയും നേരം കാത്തിരുന്നിട്ട് ഡാഡി വന്നോ പൊന്നോ? ഡാഡിയോട് താഴെ സ്റ്റെപ്പിലൊക്കെ ലൈറ്റും കൂടി ഇട്ടിട്ട് വരാൻ പറ. കണ്ടോ ഒളിഞ്ഞു നോക്കുന്നു. ഡാഡിയാണോ അത്? ഓ പോയി കേട്ടോ. അച്ഛനെ കൊണ്ടുവരാൻ പോയേ. ഇത്രയും നേരം നിങ്ങൾ കണ്ടില്ലേ കാത്തിരിക്കുന്നത്? ഞാൻ ഇതൊക്കെ ലൈവായിട്ട് എടുത്തു തരണം. നമ്മൾ ഷോർട്ട് വീഡിയോ എടുക്കുമ്പോൾ ലൈവാണെന്ന് അറിയില്ല കേട്ടോ. പോവില്ല, മഴ പെയ്യുന്നുള്ളതുകൊണ്ടേ ഇറിറ്റേഷൻ ആയതുകൊണ്ട് പോകത്തില്ല. താഴെ ലൈറ്റ് വെച്ചിട്ട് നീ ഇറങ്ങിയില്ലല്ലോടാ കള്ള. മഴയായിട്ട് നീ ഇറങ്ങിയില്ല, എനിക്കറിയാം. ഈ അച്ഛനെയും കൊണ്ട് താഴത്തൊന്ന് വന്ന് വെച്ചാ ഇത്ര നേരം കാത്തിരുന്നിട്ട് പോരാ. നിങ്ങൾ കണ്ടില്ലേ ഫ്രണ്ട്സ്, കാത്തിരിക്കുന്ന ഇരിപ്പൊക്കെ കണ്ടില്ലേ? ഞാൻ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഇടുമ്പോൾ നമുക്ക് ഇത് ഈ ലോങ് വീഡിയോ ഇടുമ്പോഴാണ് ലൈവായിട്ട് കാണുന്നത് കേട്ടോ. നമ്മളൊന്നും ക്രിയേറ്റ് ചെയ്തൊന്നും ഇടുന്നതല്ല. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ലൈവായിട്ട് ഇടുന്നു. കണ്ട
എന്തു വെള്ളമായിരുന്നു, ഇപ്പോഴാണ് വെള്ളം പോയത് റോഡിൽ. അടിയേ മഴയായതുകൊണ്ട് ഒരിടത്ത് കയറി നിന്നെന്ന് തോന്നുന്നു. കുടയുണ്ട്, പക്ഷെ റോഡിലൊക്കെ വെള്ളം. ഇവിടെ ഒരു ചെറിയ മഴ പെയ്താൽ അപ്പോൾ വെള്ളം കയറും കൽക്കട്ട മൊത്തം. എന്താണ് അടിക്ക് ചായ അടിക്കട്ടെ?